ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോംബോ ഓഫേഴ്സുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുന്നത്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് ഗാൽപീമിയ പ്ലാന്റ് ആണ്. ഗാൽപീമിയ നല്ല മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന ഒരു കുറ്റിച്ചെടിയാണ്. നമുക്കിത് ചട്ടിയിൽ ചെറിയ പ്ലാന്റ് ആക്കിയോ അതല്ലെങ്കിൽ നിലത്തോ വെച്ച് വളർത്താവുന്നതാണ്. ഇതുപോലെ നിറയെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഗാൽപീമിയ ഒരു നോൺ സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിനിയേച്ചർ യെല്ലോ എക്സോറയാണ്. ഇതായിരിക്കും പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റോക്സ് ആണ്. നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും മഞ്ഞ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ്. ഇതാണ് സ്റ്റോക്കിൻ്റെ പൂക്കൾ. നമുക്ക് ചെറിയ ചട്ടിയിൽ വരെ ഇതുപോലെ വളർത്തിയെടുക്കാൻ കഴിയും. നിറയെ പൂക്കൾ കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് റോസിഡയുടെ യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. റോസിഡ പ്ലാന്റ്സ് എല്ലാ സമയത്തും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ മിക്കവാറും എല്ലാ സെയിൽ വീഡിയോസിലും റോസിഡ പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും ഒരു കളർ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ വാട്സപ്പിൽ ഒരുപാട് എൻക്വയറി വരാറുണ്ട് റോസിഡ പ്ലാന്റ്സിന്. കോംബോയിലല്ലാതെ നമുക്ക് റോസിഡ പ്ലാന്റിൻ്റെ പിങ്കും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി കോംബോയിലെ അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് ലെൻഡാനയുടെ യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ലെൻഡാന പ്ലാന്റ്സിൻ്റെ 4 കളറും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ലെൻഡാനയുടെ യെല്ലോ. ഈ ഒരു 5 പ്ലാന്റ് ആണ് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ്. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ പ്ലാന്റ്സും യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഇനി അടുത്ത കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ വെള്ള നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് കുറ്റി പിച്ചിയാണ്. ഇതുപോലെ നിറയെ ചെടി നിറയെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. കുറ്റിപ്പിച്ചി ഒരു നാടൻ ചെടിയാണ്. നമുക്ക് നിലത്തോ അതല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഈ ഒരു സൈസ് ചെടിയാണ് നമ്മൾ അയക്കുക. കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സൈസാണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റാണ്. നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലാന്റ് വരുന്നത് പവിഴമല്ലിയാണ്. പവിഴമല്ലിയുടെ പൂക്കൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു പൂവ് രാത്രിയിൽ വിടർന്ന് അതിരാവിലെ കൊഴിഞ്ഞു പോകുന്ന പൂക്കളാണ് പവിഴമല്ലിയുടേത്. ചെടിയിൽ പൂക്കൾ നിൽക്കുന്നത് കാണുക എന്ന് പറയുന്നത് അപൂർവമാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതുപോലെ കൊലകൊലയായിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. നവംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് അധികവും പൂത്ത് കാണുക. ഇതുപോലെയാണ് ഇതിലെ പൂക്കൾ വരിക. ഈ ഒരു സൈസായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് റെയിൻ ലില്ലിയുടെ വൈറ്റ് ആണ്. ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലാസ്റ്റ് പ്ലാന്റ്. റെയിൻ ലില്ലിയൊക്കെ ഇപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ 5 പ്ലാന്റ് ആണ് നമ്മൾ രണ്ടാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ റെയിൻ ലില്ലി പ്ലാന്റ് പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് കൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 6 പ്ലാന്റ് ആണ് ഈ ഒരു കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഈ ഒരു കോംബോയിൽ മാത്രമേ 6 പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. 5 പ്ലാന്റും അതോടൊപ്പം ഒരു ഫ്രീ പ്ലാന്റും ആണ് വെക്കുന്നത്. ബാക്കി എല്ലാ കോംബോയിലും നമ്മൾ 5 പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോംബോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഓർഡർ ചെയ്തോളൂ. അടുത്ത കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ബിർക്കിനാണ്.
ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ അയക്കുക. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ 5 പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോംബോയിൽ. മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് സയാഗ്ര പാമാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് ചൈനാഡോൾ പ്ലാന്റ് ആണ്. ചൈനാഡോൾ വളരെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വീടിന് നല്ല ഭംഗി തരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈനാഡോൾ. ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു മോൺസ്ട്ര മിനിമയാണ്. ഇതും നമുക്ക് ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് ഇൻഡോറിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 5 പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഇൻഡോർ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡോറിലൊക്കെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു 5 പ്ലാന്റ്സിൻ്റെ കോംബോ വാങ്ങാവുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് വെളിയിൽ അത്യാവശ്യം സൺലൈറ്റൊക്കെ കൊള്ളിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാൻ കഴിയും. അടുത്ത കോംബോയിൽ വരുന്ന ഫസ്റ്റ് പ്ലാന്റ് ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രേഞ്ചിയയുടെ ഈ ഒരു ബ്ലൂ കളറാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന പൂക്കൾ, നല്ല ഭംഗിയോടുകൂടി തന്നെ നിൽക്കുന്ന പൂക്കളാണ് ഹൈഡ്രേഞ്ചിയയുടേത്. അപ്പോൾ അത് ഏത് കളറാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ടേക്കോമോ ഓറഞ്ച് ആണ്. ഇതാണ് പ്ലാന്റ് വരിക. പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാവുക. ഇതേ സൈസ് പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുക. നിലവിൽ പ്ലാന്റ്സിൽ പൂക്കളില്ല, മഴയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പൂക്കൾ ഒരുപാട് കുറഞ്ഞു. അടുത്ത പ്ലാന്റ് വരുന്നത് ഓറഞ്ച് നിറത്തിൽ തന്നെ പൂക്കൾ തരുന്ന ഹെമീലിയ പ്ലാന്റ് ആണ്. ഇത് ഒരു സീസണൽ പ്ലാന്റ് അല്ല, നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന, ഒരു കെയറും വേണ്ടാത്ത പ്ലാന്റ് ആണ് ഹെമീലിയ. അല്പം സ്ഥലമൊക്കെ ഉള്ളവർക്ക് നിലത്ത് നട്ട് വളർത്തി കുറച്ച് മരം പോലെയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഹെമീലിയ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു മഴ സമയത്ത് കൂടിയും നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ. അടുത്ത പ്ലാന്റ് വരുന്നത് എക്സോറയുടെ ഈ ഒരു പിങ്ക് നിറത്തിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. എക്സോറയുടെ പിങ്കും ഓറഞ്ചും വൈറ്റും ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോയിൽ ലാസ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു മിനിയേച്ചർ മുസാണ്ടയാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ചെറിയ പ്ലാന്റിൽ തന്നെ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ 5 പ്ലാന്റാണ് നമ്മൾ ഈ ഒരു 4ാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന 5 പ്ലാന്റ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ചെയ്യുക. അടുത്ത ഒരു കോംബോയിലെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ബട്ടർകപ്പ് പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് ബട്ടർകപ്പിൻ്റെ പൂക്കൾ വരിക. ഈ ഒരു കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും പൂക്കൾ വിടർന്ന് കഴിയുമ്പോൾ. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് പൂക്കൾക്ക് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറ്റിച്ചെടിയായിട്ടോ അതല്ലെങ്കിൽ ക്രീപ്പറായിട്ടോ വളർത്തിയെടുക്കാൻ കഴിയും. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താനും കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു കോംബോയിൽ രണ്ടാമത് വരുന്ന പ്ലാന്റ് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ ഒരുപാട് പേർക്ക് ഇതിന് മുൻപ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന പോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ ചൈനീസ് പെർഫ്യൂം പ്ലാന്റ്. അപ്പോൾ നല്ല സ്മെല്ലോട് കൂടിയ പൂക്കൾ കൂടിയാണ് ഇത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ പ്ലാന്റൊക്കെ എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല, കുറച്ച് റെയറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ചൈനീസ് പെർഫ്യൂം. ഈ ഒരു കോംബോയിലെ അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ്. മണിമുല്ലയുടെ പൂക്കളാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വെള്ള നിറത്തിൽ ഇതുപോലെ കൊല കൊത്തി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല. എല്ലാ സമയത്തും വാട്സപ്പിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. മണിമുല്ലയുടെയൊക്കെ പ്ലാന്റ് നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് ഇടയ്ക്ക് മഴയും വെയിലും ഒക്കെ കിട്ടുന്ന സമയത്ത് നട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് നിറയെ ഫ്ലവർ തരും. ഇനി ഈ കോംബോയിലെ അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ്. ഇതാണ് ഫയർ ക്രാക്കർ റെഡിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ യെല്ലോയും നമുക്ക് സെയിലിന് വരാറുണ്ട്. നിലവിൽ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് വരുന്ന സമയത്ത് കാറ്റലോഗിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക.
ഫയർ ക്രാക്കറിൻ്റെ 2 കളറും നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന 2 പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ ആരും മിസ് ചെയ്യരുത്. ഇതിലെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സ് ആണ്. നല്ല സ്കൈ ബ്ലൂ കളറിൽ ഇതുപോലെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടോ അതല്ലെങ്കിലും പോട്ടിലൊക്കെ നട്ട് കൊടുത്ത് കുറ്റിച്ചെടിയായിട്ടോ ഒക്കെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ കാണുന്ന സൈസായിരിക്കും. ചെറിയ പ്ലാന്റാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 പ്ലാന്റ് നമ്മൾ 5ാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത്. ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാങ്ങുക. അടുത്തത് ഒരു ഫ്രൂട്ട് കോംബോയാണ്. അതിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ മുന്തിരിയാണ്. മുന്തിരിയുടെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുക. 2ാമത്തെ പ്ലാന്റ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റ്സിൽ അയച്ചു കൊടുക്കാനായിട്ട് ഓർഡർ വരാറുള്ള ഒരു പ്ലാന്റാണ് പൂച്ചപ്പഴം. ഈ കാണുന്നതാണ് പൂച്ചപ്പഴത്തിൻ്റെ കായ്കൾ. നമുക്ക് ചെറിയ പോട്ടിൽ വരെയും വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണ് പൂച്ചപ്പഴത്തിൻ്റേത്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൽ പോലും നമുക്ക് പൂക്കളും കായ്കളും ഒക്കെ കിട്ടാറുണ്ട്. ഈ ഒരു ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ പഴത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഡീറ്റെയിൽസ് അതിലുണ്ട്. അടുത്ത പ്ലാന്റ് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ഇതാണ് കായ്കൾ. മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ ഒരു പഴത്തിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്ന് പറയാനില്ല. പക്ഷേ ഈ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കഴിക്കുന്ന പുളിയുള്ള ആഹാരങ്ങളെല്ലാം നമുക്ക് മധുരമായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പം വരുന്ന പ്ലാന്റാണ് നമ്മൾ അയക്കുക. അടുത്ത പ്ലാന്റ് ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ചിൻ്റെ കായ്കൾ ഇതുപോലെ ചെറിയ കായ്കളോട് കൂടിയ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റാണ് നമ്മൾ ഈ ഒരു 6ാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ വരുന്ന ലാസ്റ്റ് പ്ലാന്റ് കറിവേപ്പിൻ്റെ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഇതിൽ ഈ കാണുന്ന 5 പ്ലാന്റാണ് നമ്മൾ 6ാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു 5 പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. കാറ്റലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു 6 കോംബോയാണ്. എല്ലാ കോംബോസിനും ഒരേ റേറ്റാണ് വരുന്നത്. ഓരോ കോംബോയ്ക്കും 350 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. കേരളത്തിനകത്ത് 350 രൂപയാണ് ഓരോ കോംബോയ്ക്കും റേറ്റ് വരുന്നത്. കേരളത്തിന് പുറത്തേക്ക് CC അല്പം കൂടുതലായതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒന്നിലധികം കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കോംബോയോടൊപ്പം ഒരു ഫ്രീ പ്ലാന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ടാവും. അതായത് 2 കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു ഫ്രീ പ്ലാന്റ് ഉണ്ടാവും. 3 കോംബോ ഓർഡർ ചെയ്യുന്നവർക്ക് 2 ഫ്രീ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. വേഗം തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്തോളൂ. ഈ ഒരു ഓഫർ നമുക്ക് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പതിവ് പോലെ നമ്മുടെ സെയിൽ വീഡിയോസൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണുക, പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ടാറ്റാ.